ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നെൻ്റെ ഗോ ലൈവ് ചലഞ്ച് ഡേ 20. ഓക്കെ, ഞാനിവിടെ ഇന്ന് വന്നിരിക്കുന്നത് ടോക്ക് അബൌട്ട് സംതിങ് ദാറ്റ് റിയലി ഹാപ്പൻ ടു മീ യെസ്റ്റർഡേ. ഓക്കെ, ഞാൻ ഇന്നലെ ശരിക്കും ഒരു P1 ബ്രിഡ്ജിൽ, എൻ്റെ ഫുൾ ടൈം ജോബിൽ P1 ബ്രിഡ്ജ് കോളിൽ അറൗണ്ട് 36 hours സ്ട്രെയിറ്റ് ആയിട്ട് ആ P1 ബ്രിഡ്ജ് കോളിൽ നിന്നതായിരുന്നു. അറൗണ്ട് 24 hours ഞങ്ങൾ ഒക്കെ അതിലുണ്ടായിരുന്നു. കുറച്ച് സമയം ഉറങ്ങാൻ മാത്രമേ ടൈം എടുത്തു, ബാക്കി എല്ലാ സമയവും അവിടെ ഉണ്ടായിരുന്നു. P1 ബ്രിഡ്ജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഐ ടി ഫീൽഡിന് മാത്രമല്ല എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും. മീൻസ് പ്രൊഡക്ഷൻ ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്കത് ഫിക്സ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം എല്ലാവരും ആ ബ്രിഡ്ജിലുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ മറ്റുള്ള ടീമുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം, അവരെ ഈ ബ്രിഡ്ജിലേക്ക് കൊണ്ടുവരണം, എന്നിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ ഫിക്സ് ചെയ്യണം. പക്ഷെ ഞങ്ങൾ ഇത് ഒരു 36 hours ആയി. ഇന്നലെ രാവിലെ തുടങ്ങി, ഇന്ന് രാവിലെ വരെ അതുണ്ടായിരുന്നു. അതിനിടയിൽ പ്രോപ്പർ ബ്രേക്സ് എടുക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ബ്രേക്സ് എടുക്കുന്നത് ഒരു 10 minutes BRB, ബി റൈറ്റ് ബാക്ക് എന്നും പറഞ്ഞിട്ട് അവിടെ എഴുതി 10 minutes ഓടിപ്പോയി നമ്മുടെ ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം ചെയ്ത് ബാക്ക് തിരിച്ചു വന്നിട്ട് അവിടെ ഉണ്ടാവണം. എന്തെങ്കിലും പെട്ടെന്ന് നമ്മളെ കൊണ്ട് ആവശ്യം വന്നു കഴിഞ്ഞാലോ മറ്റുള്ള ടീമുമായിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലോ എല്ലാം നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ഒന്നിൽ സ്റ്റക്കായി കിടന്നപ്പോഴാണ് ബെയർലി ചെറിയ സ്ലീപ്പ് ചെയ്യാനുള്ള 10 o'clock കഴിഞ്ഞപ്പം അതിന്ന് പുറത്തിറങ്ങി സ്ലീപ്പ് ചെയ്തു. രാവിലെ 8:30 ആയപ്പോൾ പിന്നെയും കയറി. അങ്ങനെ അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ നോൺ സ്റ്റോപ്പ് പ്രഷറും ഇത് ശരിയാക്കി കൊടുക്കണം. നമ്മുടെതെല്ലാം ഫിക്സ് ആണെങ്കിലും എല്ലാവരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ അത് വലിച്ചു നിർത്തുന്നില്ല. അപ്പോൾ 36 hours ഒരു P1 ബ്രിഡ്ജിൽ നിന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിൽ ഞാനൊരു ഗോ ലൈവ് ചെയ്യാണ്. ഹോണസ്റ്റ്ലി മെൻ്റലിയും ഫിസിക്കലിയും കുറച്ചധികം ടയർഡായി ഇന്നലെ. അപ്പോൾ മോസ്റ്റ് ഓഫ് അസ് അല്ലെ, IT ഫീൽഡിൽ മാത്രമല്ല, മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും ഏത് ജോബിലാണെങ്കിലും നമ്മുടെ ടൈം ആൻഡ് എനർജി നമ്മുടെ ജോബിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ഫോർഗെറ്റ് ചെയ്യും, ടൈം ലൈഫാണ്. നമ്മൾ ഒരു പ്രാവശ്യം അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. ടൈമും മണി എന്നും പറയും, പക്ഷെ ടൈമും ലൈഫുമാണ്. അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ തിങ്ക് ചെയ്യായിരുന്നു, നമ്മുടെ ഈ ഓൺലൈൻ ബിസിനസ്, ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ബിസിനസ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഒരു 6 months ആയിട്ടില്ല, മോർ ദാൻ 5 months ആയിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉള്ള ഓൺലൈൻ ജോബിൽ മെനി ജോബ് ക്വിറ്റേഴ്സ് ഉണ്ട്. ജോബ് വിട്ടിട്ട് ഇത് മാത്രം ചെയ്യുന്ന ആൾക്കാരുള്ളത്. അവരൊക്കെ വെൽ പെയ്ഡ് ജോബായിരുന്നു, നമ്മളെല്ലാം പോലെ തന്നെ വെൽ പെയ്ഡ് ആയിട്ടുള്ള ജോബായിരുന്നു. പക്ഷേ എല്ലാവരെയും പോലെ തന്നെ ജോബ് ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളവരും അതിൻ്റെ കൂടെ ടൈം ഫ്രീഡം ഉണ്ടാവില്ല. ടൈം ഫ്രീഡം ഉണ്ടാവുന്നവരും ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവില്ല. അപ്പോൾ വെൽ പെയ്ഡ് ആയിരുന്നു, പക്ഷെ അവർക്ക് ടൈം ഫ്രീഡം ഉണ്ടായില്ല. അവർക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ട് അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർക്ക് സ്വന്തം ഹെൽത്തിന് വേണ്ടിയിട്ടോ സ്വന്തത്തിന് വേണ്ടിയിട്ടോ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു 9 to 5 9 to 5 ജോബിൽ സ്റ്റക്കായി കിടന്നവരാണ് അവർ കുറേ ആൾക്കാരൊക്കെ ജോബ് കിറ്റ് ചെയ്തിട്ട് ഇതിൽ ഫുൾ ടൈം ജോബ് ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം എന്ന് പറയുന്നത് 9 to 5 അല്ല, സാധാരണ നമ്മുടെ പോലെ അവർ ചെയ്യുന്നത് 2-3 hours a day ആണ്. അത് അവരെ ഓൺ ടേമിൽ എപ്പം അവർക്ക് ബോസ് ഇല്ല, അവർക്ക് നമുക്കും ഇപ്പോൾ ഓൺലൈൻ ബിസിനസ് പാർട്ട് ടൈം ചെയ്യുന്നവരും എനിക്കും ഇതെല്ലാം തന്നെ ഇതാക്കുന്നുണ്ട്. ഞാനൊരു 1/2 to 1 hour ആണ്, 30 minutes to 1 hour ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫുൾ ടൈം ഇതിൽ ചെയ്യുന്ന ആൾക്കാരതാണ് പറയുന്നത്. 2-3 hours a day ആണ്. അവർക്ക് ബോസ് ഇല്ല, അവർക്ക് ഓൺ കോൾ വീക്കെൻഡ് ഇല്ല, അവർക്ക് എമർജൻസീസ് ഇല്ല, എമർജൻസി കോൾസ് ഇല്ല. അവർ ഡിസൈഡ് ചെയ്യുന്നു, ദേ ഡിസൈഡ് വെൻ ടു വർക്ക് and how to work, how they will work, and from where they will work, right? They decide all those things, and moreover they are making more than a full time job. അവരെ മുമ്പുള്ളതിനെക്കാട്ടിയും അതേ ഇൻകമോ അതിൽ കൂടുതൽ ഇൻകമോ അവരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ അത് വിട്ടിട്ട് ഇവിടത്തേക്ക് വന്നത്. അതിൻ്റെ കൂടെ അവർക്ക് ടൈം ഫ്രീഡമും കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതൊക്കെ ഇപ്പൊ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഇപ്പാണ് ഞാൻ എൻ്റെ ജോബ് ഫുൾ ടൈം മീൻസ് ഫുൾ പവറിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്, ഈ ബിസിനസ് ഫുൾ പവറിൽ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പൊ റിയലൈസ് ചെയ്യുന്നു. ഇപ്പം മറ്റേ ജോബിൽ കുറച്ചൊന്ന് സ്ട്രെസ് ആവുന്നേരം തിങ്ക് ചെയ്യുന്നുണ്ട്, ഓക്കെ, ഐ എം ജസ്റ്റ് കമ്പയറിങ് വിത്ത് ദാറ്റ് ടു ഹിയർ നൗ. ഓക്കെ, ഞാനും ഒരിക്കലും തിങ്ക് ചെയ്യും. ഇപ്പൊ തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പൊ ഞാൻ തുടങ്ങിയതായതുകൊണ്ട് സെറ്റിൽ ആയി വരുന്നതേ ഉള്ളൂ ഈ ബിസിനസ്സിൽ. പക്ഷേ ഐ ക്യാൻ സീ ദി റിസൾട്ട്, ഐ ക്യാൻ സീ ദി ഇൻകം കമ്മിങ് സ്ലോലി.
inshallah. Maybe I will also think about that if it is going like this. I will also think about once I settled in this online business. Okay. So എനിക്ക് പറയാനുള്ളത് നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നല്ല, ഫീൽ ചെയ്യും ഉറപ്പാണ്. നമ്മളൊക്കെ ഞാനിപ്പം ഇടയ്ക്ക് വീട്ടിൽ നിന്നാണ് റിമോട്ടാണ് ചെയ്യുന്നത്. ഇന്നലെയും റിമോട്ടായിരുന്നു. പക്ഷെ റിമോട്ട് വീട്ടിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കോളിലാണെങ്കിൽ കോളിൽ ഇരുന്നേ പറ്റുള്ളൂ. നമ്മുടെ ഓൺലൈൻ ബിസിനസ് പോലെ എനിക്ക് കിച്ചണിൽ വർക്ക് ചെയ്യുന്നേരം എൻ്റെ ബിസിനസ് നടത്താൻ പറ്റത്തില്ല. ഓൺ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഫ്രണ്ട് ഓഫ് ലാപ്ടോപ്പ് നല്ല വേറൊന്നും ചെയ്യാതെ തന്നെ ഇരിക്കണം. ഇതായിരിക്കും. ഓക്കെ. നിങ്ങൾക്കും ഇതുപോലെ സെയിം ഫീലിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും. I just want to let you know that you don't have to stuck. There is always a better way, and idu oru better way aanu ee online business. And if with my busy full time job, if I can do this as part time, you can do. Okay. And if you know, if you want to know more about this one, just message me. ഞാൻ എല്ലാ ഡീറ്റെയിലും തരാം. നമ്മളൊക്കെ ബിൽഡ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഡ്രീമും നമ്മുടെ ലൈഫ് വിത്ത് ഫ്രീഡം ആൻഡ് പീസ് നമുക്ക് ബിൽഡ് ചെയ്യാം, നോട്ട് ജസ്റ്റ് ഫോർ മണി. ഓക്കെ. ദെൻ താങ്ക്സ് ഫോർ ലിസണിങ്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. താങ്ക് യു.